ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇസുസു ഡി-മാക്സ് എസ് ക്യാപ് സെഡ് എന്നറിയപ്പെടുന്ന മൾട്ടി പർപ്പസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി വാഹനമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു കാറിൽ കിട്ടുന്ന ലക്ഷറി സൗകര്യത്തോടു കൂടി തന്നെ 5 പേർക്ക് സുഖകരമായിട്ട് ഈ വാഹനത്തിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഏകദേശം ഒരു 2 ടണ്ണിൻ്റെ അടുത്ത് ലോഡിംഗ് കപ്പാസിറ്റിയും കൂടെ ഇട്ടിട്ടുള്ള മിനി പിക്കപ്പ് ട്രക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലക്ഷറി ഫീല് കിട്ടുന്ന തരത്തിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് റോഡിലൂടെ ഈ ഒരു പിക്കപ്പ് ട്രക്ക് പോകുമ്പോൾ ആരായാലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് അതിൻ്റെ ഇസൂസുവിൻ്റെ ബാഡ്ജിങ്, പിന്നെ ആ ക്രോമിങ് ഫിനിഷിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വാഹനത്തെ മറ്റ് പിക്കപ്പ് വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ബൈ LED ഹെഡ്ലാമ്പ്സാണ് ഈ വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ DRL ലൈറ്റും ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഫോഗ് ലാമ്പും ഈ വാഹനത്തിനുണ്ട്. ഈ വാഹനത്തിൻ്റെ സൈഡ് ഭാഗത്തേക്ക് വരുമ്പോൾ 16 ഇഞ്ചിൻ്റെ ടയറാണ് ഈ വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോൾ 2.5 ലിറ്റർ ഡീസൽ എൻജിനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആർട്ട് ബ്ലൂ ഫില്ല് ചെയ്യാനുള്ള സംവിധാനം ബോണറ്റിൻ്റെ ഉള്ളിൽ റൈറ്റ് സൈഡാണ്. ഏകദേശം 78 bhp പവർ ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 എയർ ബാഗ് ഈ വാഹനത്തിൽ ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സവിശേഷത, ഈ വാഹനത്തിൽ റിമോട്ട് കീ സംവിധാനം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റത്തോടു കൂടിയാണ് ഈ വാഹനം നമുക്ക് പ്രവർത്തിപ്പിക്കുവാനായിട്ട് സാധിക്കും. ക്രോമിയം ഫിനിഷോട് കൂടിയിട്ടുള്ള ഡോർ ഹാൻഡിലാണ് 4 ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇൻസൈഡ് ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ ഡോർ ഹാൻഡിലിൻ്റെ അവിടെയായിട്ട് പവർ വിൻഡോയുടെ 4 സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഡോർ ലോക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഡോർ പാഡിൽ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ക്രോമിങ് ഫിനിഷ് നമുക്ക് എല്ലാ ഭാഗത്തും കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ കപ്പ് ഹോൾഡർ, ബോട്ടിൽ ഹോൾഡർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴ്ഭാഗത്തായിട്ട് ഒരു നല്ലൊരു സ്പീക്കറും വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ച് കയറുവാനായിട്ട് ഒരു ഹാൻഡിൽ ബാറും കൊടുത്തിട്ടുണ്ട്. 4 ഡോറിലും അത് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ AC-ൻ്റെ വെൻറ്റുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൈറ്റിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ റൈറ്റ് സൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള ഇസൂസുവിൻ്റെ ഒരു സ്റ്റിയറിംഗ് ആണുള്ളത്. പവർ സ്റ്റിയറിംഗ് ആണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ വൈപ്പർ കൺട്രോൾ കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ, പിന്നെ ഹെഡ്ലൈറ്റ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഡാഷ്ബോർഡ് ഡിസൈനാണ് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്ലൗ ബോക്സ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോഴായിട്ട് അവിടെയും ചെറിയൊരു സ്പേസ് ഉണ്ട്. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോഴായിട്ട് നമുക്കൊരു ഡിജിറ്റൽ ടച്ച് സ്ക്രീന് നമുക്ക് കാണുവാം. AC കൺട്രോൾ സ്വിച്ച് അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഇൻബിൽഡ് ചെയ്തിരിക്കുന്നു. പിന്നെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്, +1 റിവേഴ്സ്. അതിൻ്റെ തൊട്ട് പുറകിലേക്ക് വരുമ്പോൾ കപ്പ് ഹോൾഡേഴ്സ്, ഹാൻഡ് ബ്രേക്ക്, ഒരു ഹാൻഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് വരുമ്പോഴായിട്ട് ചെറിയൊരു സ്പേസ് മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ 2 ടച്ചിങ് സംവിധാനത്തോടു കൂടിയൊരു ലൈറ്റ് ഫ്രണ്ട് പോർഷനിലും ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷനിലും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഡിജിറ്റൽ ഇൻഫർമേഷൻ ക്ലസ്റ്ററാണ് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫ്യൂവൽ എഫിഷ്യൻസി, ആർട്ട് ബ്ലൂ, വാഹനം സംബന്ധമായിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിൽ നോക്കി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഡ്യുവൽ ടോണോട് കൂടിയിട്ടുള്ള ഫാബ്രിക് സീറ്റാണ് ഈ വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൂടാതെ ഡ്രൈവറുടെ സീറ്റ് നമുക്കിതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻഡിവിജ്വലായിട്ട് എല്ലാ സീറ്റിനും ഹെഡ് റെസ്റ്റ് ഈ വാഹനത്തിൽ ഉണ്ട്. ഈ വാഹനത്തിൻ്റെ പുറഭാഗത്തേക്ക് വരുമ്പം മനോഹരമായിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലാണ് പുറഭാഗത്തെ ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ നടുഭാഗത്തായിട്ട് ഒരു ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. 2 പേർക്ക് മാത്രമായിട്ട് ഇത് പോകുമ്പോൾ ഉപകാരപ്പെടും. പിന്നെ മുകൾ ഭാഗത്തായിട്ട് ലൈറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല ലെഗ് സ്പേസ് പുറകുഭാഗത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ പുറകുഭാഗത്ത് ഒരു ചാർജിങ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ റിയറിലേക്ക് വരുമ്പോൾ മനോഹരമായിട്ടുള്ള LED ടെയിൽ സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇസൂസ് എന്നുള്ളൊരു ബാഡ്ജിങ് വലിയ രീതിയിൽ ചെയ്തിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ക്രോമിങ് ഫിനിഷുള്ള ഓപ്പണിംഗ് ഡോർ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിവേഴ്സ് ക്യാമറയും സെൻസറും ഈ വാഹനത്തിൽ ഇൻബിൽഡ് ചെയ്തിരിക്കുന്നു. വലിയൊരു ലോഡിംഗ് ഏരിയ ആണ് പുറകുഭാഗത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കമ്പനി ഏകദേശം 1 ടണ്ണിൻ്റെ അടുത്താണ് കപ്പാസിറ്റി പറയുന്നതെങ്കിലും ശരാശരി 2 ടണ്ണിൻ്റെ അടുത്ത് ഈ വാഹനം ഉൾക്കൊള്ളും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഓവറോൾ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് മറ്റ് പിക്കപ്പുകളെ അപേക്ഷിച്ച് ഒരുപടി മുൻപിലാണ്. അത് നമുക്ക് ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ ഞാൻ നമ്മുടെ ചാനലിലെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് സംസാരിക്കാവുന്നതാണ്. 5 കളറിൽ ഈ വാഹനം അവൈലബിൾ ആണ്. ബ്ലൂ, ബ്ലാക്ക്, ഗ്രേ, സിൽവർ, വൈറ്റ് എന്നിവയാണവ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.